ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ദുബായിലെത്തിയപ്പോൾ ഒരു ഡിസേർട്ട് സഫാരിക്ക് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അവർ വന്ന് അവരെ വണ്ടിയിൽ വന്ന് കൂട്ടും കേട്ടോ. ഒരു പാക്കേജായിട്ട് എടുത്തിട്ടുള്ളതാണിത്. പക്ഷെ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അവർ പറയുന്ന സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. വൈകുന്നേരമാണ് ഈ പരിപാടി ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊരു ദുബായിൽ എത്തുന്നവർക്ക് വേറിട്ടൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഈ ഡിസേർട്ട് സഫാരി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ മരുഭൂമിയിലെല്ലാം ഇപ്പം മരുഭൂമിയൊക്കെ നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ആ മഴ പെയ്തതിൻ്റെ ശേഷം, ദുബായിൽ പെയ്ത ആ മഴ പെയ്തതിൻ്റെ ശേഷം എന്താ പറയുക, നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടോ മരുഭൂമിയൊക്കെ. അപ്പോൾ അത് ഏകദേശം നമ്മൾ ആ സൈറ്റിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവർ പാക്കേജ് പെടാത്തത് അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഈ ബഗ്ഗിയും അതൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം, 1 മണിക്കൂർ അവർ പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലൂടെ പോകാം. അതിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ അവരൊരു ഗൈഡ് വരും കേട്ടോ നമ്മളെ കൂടെ. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇത് കുറച്ചൊരു ഏരിയ ഉള്ളൂ, 100 ദിർഹംസിന് കേട്ടോ. അങ്ങനെ പിന്നെ ഒട്ടകത്തിൽ കയറുക, പിന്നെ ഫാൽക്കൻ പക്ഷിനെ നമ്മളെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റുകൾ അവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവരെ വണ്ടിയിൽ നമ്മളെ ഡൂൺ വാഷിങ്ങിന് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാട്ട് വെച്ച് ഒരു 10 മിനിറ്റോളം ഏകദേശം ഉണ്ട്. നല്ല കുറച്ച് ദൂരം നല്ല കൊണ്ടുപോകും കേട്ടോ. പക്ഷെ നമുക്ക് പേടിയായിട്ട് ആദ്യ തുടക്കത്തിൽ നല്ല പേടിയേനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമായി തോന്നി കേട്ടോ. അടിപൊളി മ്യൂസിക്കൊക്കെ വെച്ചിട്ട് വലിയ വലിയ കുന്നിൻ്റെ മുകൾക്കൂടെയൊക്കെ കയറി ഇറങ്ങിയിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ ഭയങ്കര നല്ല അനുഭവം തന്നെ കേട്ടോ. ആദ്യമൊക്കെ നല്ലോണം പേടി തോന്നിയിരുന്നു, പിന്നെ അത് നല്ല രസമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഒന്നും കൂടിയും പോകാൻ തോന്നിപ്പോവേ. അതുപോലുള്ളൊരു ഫീലായിരുന്നു കേട്ടോ.
ട്യൂൺ വാഷിങ് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ കുറച്ച് സമയം അവർ ഇരുത്താട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സൈറ്റിലേക്കാണ്, ക്യാമ്പൊക്കെ അവരത് വേറെ സൈറ്റിലാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവരെ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകും. നമ്മൾ പിന്നെ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് ആ സൈറ്റ് വരെ പോയത്. പിന്നെ അവിടെ ആ സൈറ്റിൽ എത്തിക്കഴിയുന്നത് ആ സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അതും കുറച്ച് ദൂരെയാണ്. ഷാർജയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ആ സൈറ്റിൽ എത്തിയത്. പിന്നെ ഈ ഡൂൺ വാഷിങ് കഴിഞ്ഞിട്ട് വേറൊരു സൈറ്റിലേക്ക് അവർ വണ്ടിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും, നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെയും പോവാം കേട്ടോ. നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോയത്. ഇതിപ്പോൾ അതാ ആ ക്യാമ്പൊക്കെ നടക്കുന്ന ആ സൈറ്റിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ നമ്മളെ വണ്ടിയിൽ പോകാൻ പറ്റില്ല, അവർ വണ്ടിയിൽ വേണം ആ സൈറ്റിലേക്ക് പോകാൻ കേട്ടോ. ഇത് നേരത്തെ പോയ പോലെയുള്ള ആ ഒരു ഫീൽ ഉണ്ടാവില്ലെങ്കിലും എന്നാലും ഇത് മരുഭൂമി കൂടെ കുറച്ച് ദൂരം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വണ്ടിയിൽ നമ്മൾ ആ സൈറ്റിൽ കൊണ്ട് ഇറക്കുകയാണ് അവർ ചെയ്യുന്നത്. അവിടെ ചെന്നാലും ഇതുപോലെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതും ബഗ്ഗിയും അങ്ങനെ അവിടെയും കുറച്ച് എൻ്റർടൈൻമെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു പാക്കേജ് പെടുന്നത് ഒട്ടകത്തിൽ കയറുന്നൊക്കെ കുറച്ച് ദൂരമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. അവിടെ അതിൻ്റെ ചുറ്റുമുള്ള ഓരോ എൻ്റർടൈൻമെൻറ്റുകളുള്ളത്. അപ്പോൾ അത് നമ്മളങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ മരുഭൂമിൻ്റെ നടുവിൽ കുറേ ക്യാമ്പുകളുണ്ട് കേട്ടോ. അവിടെ അതുപോലെ ഓരോ ആളുകൾ നടത്തുന്നത് ഇതുപോലെയുള്ള ക്യാമ്പുകൾ. ഇത് ഏകദേശം നമ്മൾ ആ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവർ മക്കളൊക്കെ പിന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് മക്കളൊക്കെ അവിടുന്ന് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി കേട്ടോ. അവർ കുറച്ച് ദൂരം അങ്ങനെ കൊണ്ടുപോയിട്ട് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്ത് തരും. ഇതാണ് കേട്ടോ അവിടെയുള്ള ക്യാമ്പ്. കുതിര ഒട്ടകമൊക്കെ ഉണ്ട്. ശരിക്കും അതിൻ്റെ പുറത്ത് കയറുമ്പോൾ നല്ല ഹൈറ്റിലല്ലേ, നല്ലോണം പേടിയാവും. അതാ കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതായത് ബഗ്ഗി ഉണ്ട് അവിടെ ഓടിച്ച്, അതിനൊക്കെ വേറെ എക്സ്ട്രാ പൈസ വേണേ, ആ പാക്കേജ് പെടില്ല കേട്ടോ. $35-40 ദിർഹംസൊക്കെയാണ് കേട്ടോ ഇവരെ ഒരാൾക്ക് ഇവർ പാക്കേജിൽ പറയുന്നത്. അതിൽ നമുക്ക് ഫുഡും തരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമ്പിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായയും സ്നാക്സും ഒക്കെ തരുന്നുണ്ട്. ഒക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ, എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ കൂൾ ഡ്രിങ്ക്സ്, നോർമൽ വാട്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവർ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആവും, അതും അൺലിമിറ്റഡ് ആണ് കേട്ടോ. അവിടെയും പലതരത്തിലുള്ള ഫുഡുണ്ട്, ബാർബക്യൂം കബാബും ഒക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ക്യാമ്പിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബെല്ലി ഡാൻസും ഫയർ ഡാൻസ് പിന്നെ തനൂറ ഡാൻസും ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു മെഹന്തിയൊക്കെ ഇട്ട് തരുന്നുണ്ട്. പിന്നെ അറബിക് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാം. അതൊക്കെ ചെറിയ രീതിയിൽ ഉള്ളതൊക്കെ ഫ്രീ ആണ്, ഈ ഒരു പാക്കേജ് പെടുന്നതാണ്. പിന്നെ മൈലാഞ്ചിയൊക്കെ കുറേ ഇടണമെങ്കിൽ നമ്മൾ അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ. ബെല്ലി ഡാൻസ്, പിന്നെ ബെല്ലി ഡാൻസൊന്നും ഞാൻ അധികം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഫയർ ഡാൻസ് നല്ല അടിപൊളിയായിട്ടോ, അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ അത് കഴിഞ്ഞ് തനൂറ ഡാൻസും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.